ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 4 മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഓൾറെഡി ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 4 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഓർഡർ വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ് എന്ന് പറഞ്ഞ ഭാഗം മുതലാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം 1001. അപ്പം നമുക്കറിയാം 1001 ആണ്. 1000ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വായിക്കുക? 1001. 1000ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 1002. ഇതിൻ്റെ അബാക്കസിലുള്ള ചിത്രം കൂടി റൈറ്റ് സൈഡിൽ കാണിക്കണം. അപ്പം 1001 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഏറ്റവും ലാസ്റ്റുള്ള 1 ആണ് വൺസിൻ്റെ പ്ലേസിൽ, അതിൻ്റെ അപ്പുറത്ത് എടുക്കുന്ന 0 ടെൻസിൻ്റെ പ്ലേസിൽ, അതിൻ്റെ അപ്പുറത്ത് എടുക്കുന്ന 0 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ, ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന 1 ആണ് 1000ൻ്റെ പ്ലേസിൽ. അപ്പോൾ ഇവിടെ നോക്കുക, വൺസിൻ്റെ പ്ലേസിൽ ഒരെണ്ണമുള്ളതുകൊണ്ട് ഒരു വര വരച്ചു കൊടുത്തു. ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും പ്ലേസിൽ 0 ആണ്, അപ്പോൾ ഒന്നും വരയ്ക്കേണ്ട. 1000ൻ്റെ പ്ലേസിൽ 1 ആണ്, അപ്പോൾ ഒരു വര വരച്ചു കൊടുക്കുക. ഇനി സെക്കൻഡ് കേസ് എങ്ങനെയാണ് ഫിഗർ വരയ്ക്കുക? 1002 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 2 എണ്ണം വരുന്നുണ്ട്, അപ്പോൾ 2 വര വരച്ചു കൊടുക്കുക. ടെൻസിൻ്റെ പ്ലേസിൽ 0, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0, 1000ൻ്റെ പ്ലേസിൽ 1. ഇനി ഇതുപോലെ ഇവിടെ ആകുമ്പോഴോ 3 വരും. വൺസിൻ്റെ പ്ലേസിൽ 3, 1000ൻ്റെ പ്ലേസിൽ 1 വരും. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വരച്ചു കൊടുക്കണ്ട. അതേപോലെ തന്നെ 4ൻ്റെ നെക്സ്റ്റ് 4 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണാണ് വൺസിൻ്റെ പ്ലേസിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത് ഞാനിവിടെ കൊടുക്കാം, അവിടെ എഴുതേണ്ട കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. അപ്പോൾ 1006 എന്ന് പറയുമ്പോൾ 1006 എന്നാണ് വരിക. പിന്നെ 1005, പിന്നെ 1009, 1007, 1008, 1010 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അടുത്തത് കമ്പൈനിങ് വിത്ത് 1000. അപ്പോൾ 1000ൻ്റെ കൂടെ 100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വായിക്കുക? 1000 എന്നാണ് വായിക്കുക. 1000ൻ്റെ കൂടെ 10 ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ 1010 എന്ന് വായിക്കും. ഇനി 2000ൻ്റെ കൂടെ 200 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ വായിക്കുക? 2200 എന്ന് വായിക്കും. 3000ൻ്റെ കൂടെ 40 ആഡ് ചെയ്യുകയാണെങ്കിലോ 3040 എന്ന് വായിക്കും. 3000ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുകയാണെങ്കിൽ 3005 എന്നാണ് വായിക്കുക. 1000 + 300 + 30 എന്താ വരിക? 1330 എന്നാണ് വരിക. അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ 5000 + 30 + 3 എന്താ വായിക്കുക? 5303 എന്നാണ് വായിക്കുക. അടുത്തത് 8303. 5033 ആണെന്നാണ് കേട്ടോ. 5033 എന്നാണ് മറ്റേത് വായിക്കുക. 8000 + 300 + 3 നമ്മൾ 8303 എന്നാണ് വായിക്കുക. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് 6000 + 700 + 40 + 8 ആണ്. അപ്പോൾ 6748 എന്നാണ് അത് വായിക്കുക. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200? 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ആണുള്ളത്? എന്താ നമുക്ക് 1000ൻ്റെ അതിൻ്റെ ഇടയിൽ 1000 to 1200 വരെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുക്കാം. അടുത്തത് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. അപ്പോൾ 5250 എന്നാണ് ഫസ്റ്റത്തെ നമ്പർ വായിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് വേർഡ്സിൽ എഴുതാന്നുള്ളത് കൊടുക്കണം. അടുത്തത് 7707 ആണ്. അപ്പോൾ അത് നമ്പറിൽ എങ്ങനെയാണ് എഴുതാമെന്ന് കൊടുക്കാം. അടുത്തത് 9018 ആണ്. അത് വേർഡ്സിൽ എഴുതി കൊടുക്കാം. അടുത്തത് 9009 ആണ്. അത് നമ്പേഴ്സിൽ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്പർ കാർഡ്സ് ആണ്. See the number cards, write the 4-digit numbers that can be made with them. ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 4-digit നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ്. 4-digit numbers that can be made with them. അപ്പോൾ ഓരോന്നിലും ഓരോന്ന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. How many numbers starts with 5? 5 വെച്ചിട്ട് എത്ര നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു? How many numbers have 8 in the 10th place? 10th പ്ലേസിൽ 8 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്?
റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഈ നമ്പേഴ്സ് ഓർഡർ വൈസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് റീഡിങ് ദ നമ്പർ. സ്പീഡി കാസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മന്ത്. നമ്പർ നൗ സീൻ. ഇപ്പോൾ കാണുന്ന നമ്പർ എന്താ? ഫസ്റ്റത്തെ കേസിൽ 9 ആണ്. വെൻ ക്ലീൻഡ് എ ബിറ്റ്, കുറച്ച് ക്ലീൻ ചെയ്തപ്പോൾ ഇപ്പം എന്താ കാണുന്നത്? 99 ആണ്. ആഫ്റ്റർ ക്ലീനിങ് സം മോർ, കുറച്ചും കൂടി ക്ലീൻ ചെയ്തപ്പോൾ എങ്ങനെയാണ് വായിക്കുക? 999 ആണ്. വെൻ ഓൾമോസ്റ്റ് ക്ലീൻ, എല്ലാം ക്ലീൻ ആക്കിയപ്പോഴോ 9999. അപ്പോൾ ഹൗ പ്രെറ്റി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലൊന്ന് കൊടുത്തിട്ടുണ്ട്. 9 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 99 + 1 എന്ന് പറയുന്നത് 100 ആണ്. 999 + 1 എന്ന് പറയുന്നത് 1000 ആണ്. 9999 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ് കേട്ടോ. അടുത്തത് മഡ് റേസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 200, 300, 600. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. അപ്പോൾ ആ കാറിലേക്ക് നമ്പേഴ്സ് ഇതാക്കുക. ഇഫ് യു ലാൻഡ് ഓൺ എ ബ്രിഡ്ജ് യു ക്യാൻ മൂവ് അക്രോസ് ടു ഗോ ഫോർവേഡ്. അപ്പോൾ നിങ്ങൾ ആ ബ്രിഡ്ജിലേക്ക് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇഫ് യു ലാൻഡ് ഓൺ എ പിറ്റ് യു സ്ലൈഡ് ബാക്ക്വേഡ്. പിറ്റിലാണ് വീഴുന്നതെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് പോകും. ദ ഫസ്റ്റ് ടു റീച്ച് 11,000 വിൻസ്. ആരാണ് ആദ്യം 11,000 എത്തുന്ന അവർ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദിസ് ലെസൺ. റൈറ്റ് ദ ഡിസ്റ്റൻസ് ഓൺ ദ ലാസ്റ്റ് 2 ബേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് പേജ് നോക്കിയിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളോട് ഗിഫ്റ്റ് ആണ്. ടോട്ടോ വോൺ ദ റേസ്, ഗോട്ട് എ ട്രോഫി ആൻഡ് എ ക്യാഷ് പ്രൈസ്. ദ മണി വാസ് ഗിവൺ ആസ് എ ചെക്ക്. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ ദ നമ്പേഴ്സ്. അപ്പോൾ ടോട്ടോ റേസിൽ വിൻ ചെയ്തു. അപ്പം പ്രൈസായിട്ട് മണിയാണ് കൊടുത്തിട്ടുള്ളത്. ആ എമൗണ്ട് ആ ചെക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? ₹90,999. അപ്പോൾ അത് നമ്പേഴ്സിൽ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പറും കാറും ഡിസ്റ്റൻസും അതുപോലെ തന്നെ നമ്പറും ഓരോ കാറും അതിൻ്റെ ഡിസ്റ്റൻസും ആണ് കൊടുത്തിട്ടുള്ളത്. ടാബുലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ദേ ഹാവ് ട്രാവൽഡ്. അവർ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു കാറിൻ്റെ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുക. വിത്ത് ദ കാർ വിച്ച് ട്രാവൽ മോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ കാർ റീച്ചസ് ട്രാവൽഡ് അറ്റ് ദ ലീസ്റ്റ് അറ്റ് ദി എൻഡ്. അപ്പോൾ ഓരോ നമ്പറും നമ്പർ ഓഫ് കാറും അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻ നമ്പേഴ്സും ഓരോ ഡിസ്റ്റൻസ് ഇൻ നമ്പേഴ്സും ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്പേഴ്സിലും എഴുതണം, അതുപോലെ തന്നെ വേർഡ്സിലും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡിസ്റ്റൻസ് നമ്പേഴ്സിൽ മാത്രമേ തന്നിട്ടുള്ളൂ, അത് വേർഡ്സിലും കൂടി എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ബഗി കാർസ് നമ്പർ. Take one bead from the 1000 place in the abacus and put it in the one place. What is the number now? അതായത് ടേക്ക് 1 bead from the 1000 place in the abacus. അബാക്കസ്, അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1000 പ്ലേസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ വൺസിൻ്റെ പ്ലേസിലിടുക. അപ്പോൾ വൺസിൻ്റെ അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ടെൻസിൻ്റെ അവിടെ 0, ഹൺഡ്രഡ്സിൻ്റെ അവിടെ 0. നമ്മൾ 1000ൻ്റെ അവിടെ എത്രയാണ്? ഇതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4. അപ്പോൾ 4001 എന്ന് വരും. ബുഗീസ് കാർ നമ്പർ ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ് ആൻഡ് നമ്പർ ഇൻ ഇറ്റ്സ് നൗ. വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ആഡിങ് 1 മോർ കേട്ടോ. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിലുള്ള നമ്പർ എത്രയാണ്? വൺസിൻ്റെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ആണ് വൺസിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ടെൻസിൻ്റെ സ്ഥാനത്തും 9 തന്നെയാണ്. ഹൺഡ്രഡ്സിനും 9 തന്നെയാണ്. 1000. അപ്പം 9999 ആണ് ആ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 ടു ഇറ്റ്? അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 10,000 എന്ന് കിട്ടും. ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വാസ് ടേക്കൻ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദ റേസ്. റേസിന് ശേഷം ടോമോയുടെ
കാറ് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. 3500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. അപ്പോൾ 3500 രൂപയാണ് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. 2500 rupees ഫോർ എൻജിൻ വർക്ക്. എൻജിൻ വർക്കിന് വേണ്ടിയിട്ട് 2500 rupees ആണ് കൊടുക്കുന്നത്. ആൻഡ് 4000 rupees ഫോർ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് 4000 rupees ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? ടോട്ടൽ ആയിട്ട് പൈസ ചിലവായിട്ടുള്ളത് എത്രയാണ്? വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദ പ്രോബ്ലം വായിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലായിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 3500 രൂപയാണ് ബാറ്ററിക്ക് വേണ്ടിയിട്ട്, 2500 രൂപയാണ് എൻജിൻ വർക്ക്, 4000 രൂപയാണ് പെയിൻറ്റിങ്. അപ്പോൾ ടോട്ടൽ കാണാൻ എന്താ ചെയ്യുക? 4000 പ്ലസ് 2500 പ്ലസ് 3500 ഈ മൂന്നെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ആയത് കിട്ടും. അടുത്തത് ഓൺ എ ടൂർ ആണ്. ടോട്ടോ കാർ ഈസ് ബീയിങ് റീഡഡ് ഫോർ ഓൾ ഇന്ത്യ ടൂർ. ഓൾ 4 ടയേഴ്സ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. 4 ടയേഴ്സും മാറ്റി. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2500 rupees. ഒരു ടയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ 4 ടയേഴ്സ്. അപ്പോൾ 4 ടയേഴ്സിനോ ഈ 2500 4 വട്ടം ആഡ് ചെയ്താൽ പോരെ? 2500 പ്ലസ് 2500 പ്ലസ് 2500 പ്ലസ് 2500. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2500 ഇൻറ്റു 4, അതായത് 4 വട്ടം ഗുണിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ കിട്ടും. Boni is an electric car. The amount paid for recharge during its all India tour are given below. Calculate the total amount. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് 3500 3500 rupees ആണ്, സെക്കൻഡിന് 2000 ആണ്, തേർഡിന് 3000 ആണ്. ഈ മൂന്നെണ്ണം ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 3500 പ്ലസ് 2000 പ്ലസ് 3000. അടുത്തത് നമ്മൾ ആ പാറ്റേൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേൽ ഡിഫറൻസ് വരുന്നത് 500 ആണ്. സോ 500 1000 1500 ആകുമ്പോൾ 2000 വരും. 2500 3000 3500 4000 4500. നെക്സ്റ്റിൽ 4000 6000 8000 പിന്നെ 10,000 12,000 14,000 16,000 18,000 20,000. പിന്നെ 7 6 2 8 ആണ്. പിന്നത്തേൽ വന്നപ്പോൾ അത് 7 7 ആയി. പിന്നത്തേൽ 7 8 ആയി. പിന്നത്തേൽ എന്താ വരിക? 7 9 2 8 ആവും അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് വരുന്നത്. അടുത്തത് 2 2 2 അങ്ങനെ 2 4 വട്ടം, 3 4 വട്ടം, 4 4 വട്ടം. അടുത്തത് 5 4 വട്ടം, 6 4 വട്ടം, 7 4 വട്ടം. അങ്ങനെയാണ് ആ നമ്പർ വരിക. അടുത്തത് 9400. പിന്നെ അത് 9300, അതായത് 100 കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 9300 ആയി. പിന്നെ 9200 ആയി. പിന്നെ 9100 ആവും. പിന്നെ 9000 ആവും. അങ്ങനെ 100 കുറച്ചിട്ടാണ് എഴുതേണ്ടത്. പിന്നെ 3021. പിന്നെ അത് 4132 5243. അപ്പോൾ അതിൻ്റെ മൈനസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് അനുസരിച്ചാണ് എഴുതേണ്ടത്. ഇതുപോലെ നിങ്ങളോടും കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. For the race, the organizing committee had given numbers from 5000 to 5050 to the cars. How many car were in the race? അപ്പോൾ അതിൽ എത്ര കാറാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതായത് 5000 മുതൽ 5050 വരെ. അപ്പോൾ ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. സ്റ്റെപ്പ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് റൈറ്റ് 4 digit numbers using all the digit 5404. ഹൗ മനി ക്യാൻ യു റൈറ്റ്? അപ്പോൾ ഈ ഡിജിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് 4 digit നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ അബാക്കസ്. അതിലെ ഏറ്റവും വലിയ നമ്പർ അബാക്കസിൽ ഒന്ന് വരച്ച് കാണിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ വേർഡ്സിൽ എഴുതി കൊടുക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 to 10,100 വിച്ച് ഹാവ് 0 ഇൻ ദ വൺസ് പ്ലേസ്. അപ്പോൾ ഈ 9999 മുതൽ 10,100 വരെയുള്ള നമ്പേഴ്സിൽ വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പാറ്റേൺ ഒന്ന്, ഇപ്പോൾ ഞാനൊരു പാറ്റേണിൻ്റെ എക്സാമ്പിൾസൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഈ 3 പാറ്റേൺസ് ഒന്ന് ഫില്ലാക്കി കൊടുക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ആം ഐ? ദ നമ്പർ ബിറ്റ്വീൻ 4000 ആൻഡ് 5000, അതായത് 4000-ൻ്റെയും 5000-ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പറാണ്.
The number in the ones place is double in the thousand place. 1000 പ്ലേസിൽ വന്നിട്ടുള്ള നമ്പറിൻ്റെ ഡബിൾ ആണ് എവിടെ വന്നിട്ടുള്ളത്? വൺസിൻ്റെ പ്ലേസിൽ വന്നിട്ടുള്ളത്. ഇനി ദ നമ്പർ ഇൻ ദ 10th പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ 1000 പ്ലേസ്. 10th പ്ലേസിൻ്റെ ഹാഫ് ആണ് വന്നിട്ടുള്ളത് 1000 പ്ലേസിൽ. അടുത്ത് ദ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് 19. അപ്പോൾ ആ എല്ലാത്തിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ്. ഇതും സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലമാണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 9999. ഇഫ് വി സബ്സ്ട്രാക്ട് 100 അഗെയിൻ ആൻഡ് അഗെയിൻ വാട്ട് വുഡ് ബി ദ 8th നമ്പർ? ഈ 9999, അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ അതിൽ നിന്ന് 1000 ഇങ്ങനെ കുറച്ച് ഇതിന് 1000 പാറ്റേൺ അല്ല, ഇതിന് 1000 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ 8th നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇഫ് യു സബ്സ്ട്രാക്ട് 100 ഇൻസ്റ്റഡ് വാട്ട് വുഡ് ബി ദ 5th നമ്പർ? ഇനി ഇതിൽ നിന്ന് 100 ആണ് കുറച്ച് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ ആ പാറ്റേണിൽ വരുന്ന 5th നമ്പർ എത്രയായിരിക്കും? മേക്ക് എ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 ആൻഡ് 1100 ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? എത്ര നമ്പേഴ്സാണ് 0ൽ എൻഡ് ചെയ്യുന്നത്? ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, 1 മുതൽ 50 വരെ നമ്മൾ നമ്പേഴ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? എത്ര വട്ടം നമ്മൾ 2 എഴുതുന്നുണ്ട്? വാട്ട് ഇഫ് വി റൈറ്റ് അപ്പ് ടു 100? ഇനി 1 മുതൽ 100 വരെ എഴുതുന്നെങ്കിൽ എത്ര 2 എഴുതുന്നുണ്ടായിരിക്കും? ഇഫ് വി കൗണ്ട് ദ തേർഡ് ഇൻസ്റ്റെഡ് ഓഫ് സെക്കൻഡ് വാട്ട് വുഡ് ദ നമ്പർ ബി ദ സെയിം? ആ നമ്പർ സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. റൈറ്റ് ഓൾ 2-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് ഇറ്റ്സ് 1 and 2 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. അപ്പോൾ 1ഉം 2ഉം വെച്ചിട്ട് റിപ്പീറ്റേഷൻ പാടില്ല, അത് കൗണ്ട് ചെയ്യാനും പഠിക്കണം, ആ നമ്പർ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് റൈറ്റ് ഓൾ ദ 3-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് 1, 2, 3. 1ഉം 2ഉം 3ഉം ഉപയോഗിച്ചിട്ട് 3-digit നമ്പേഴ്സ് എഴുതാൻ, റിപ്പീറ്റേഷൻ പാടില്ല, കൗണ്ട് ചെയ്യുക, റൈറ്റ് ചെയ്യുക. അടുത്തത് 4-digit നമ്പേഴ്സ് ആണ്. നമ്പർ 1, 2, 3, 4 വെച്ചിട്ട് റിപ്പീറ്റേഷൻ പാടില്ല, കൗണ്ട് ചെയ്യണം, റൈറ്റും ചെയ്യണം. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. കൗണ്ട് ചെയ്യാൻ പഠിക്കണം, പാറ്റേൺ എഴുതാൻ പഠിക്കണം, തൗസൻഡ്സിനെ പറ്റിയിട്ടാണ് ആഡ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ചെറിയ പ്രോബ്ലംസ് ആണുള്ളത്, ആ പ്രോബ്ലംസ് ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പഠിക്കണം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.